Hello friends, എല്ലാവർക്കും SB Family Vlogsലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ കാണുന്നതാണ് മാംഗോ സൂജി ഗീ കേക്ക്. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ മാംഗോ സൂജി ഗീ കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സൂജി എന്ന് പറയുന്നത് റവയാണ് കേട്ടോ, സെമോലിന എന്നും പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പീസസ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് പൾപ്പാക്കി എടുക്കണം, അതായത് പ്യൂരി ആക്കി എടുക്കണം. അപ്പം ഞാൻ അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എന്താ, നമ്മൾ മാങ്ങേനെ നമ്മൾ കട്ട് ചെയ്തു, പീസസ് ആക്കി. അതിൻ്റെ ശേഷം ഞാൻ ഇത് മിക്സിയിൽ ബീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പം നല്ല പ്യൂരിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് 1 കപ്പുണ്ട്, കറക്റ്റ് 250 ഗ്രാം ഉണ്ട് ഇത് ഈ പ്യൂരി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് മീലാണ് ഞാൻ ചേർക്കുന്നത്, അതായത് ബദാം പൊടിച്ചത്. അടുത്ത നമുക്ക് 1/2 കപ്പ് റോസ്റ്റഡ് റവയാണ് ഇത്. അപ്പോൾ നമ്മൾ വറുത്ത റവ ചേർത്തു. ഇനി അടുത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് പഞ്ചസാര, സാധാ പഞ്ചസാര മതി, പൊടിച്ചത് ഇടണമെന്നൊന്നുമില്ല. ഇനി ലാസ്റ്റായിട്ട് 1/4 കപ്പ് നെയ്യ്, നല്ല ഇളം ചൂട് നെയ്യാണിത്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം, നല്ല മിക്സായി ഒരു കട്ടകളും ഇല്ലാതെ. അപ്പം എന്താ, നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഇച്ചിരി നല്ല കട്ടിക്കിരിക്കും, എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഈ ഷെയ്ഡ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ബേക്കിംഗ് പാനിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഞാൻ വട്ടത്തിലുള്ള കേക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്, പാൻ. ഓക്കെ, അതിലോട്ട് ഞാൻ ബട്ടറൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ചുറ്റാകെ നല്ലപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ, അതായത് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം. ഈ ഷീറ്റ് നമുക്ക് ഈ അളവ് എടുക്കുന്ന വളരെ സിമ്പിളാണ്. ഒരു സ്ക്വയർ രീതിയിൽ ബട്ടർ പേപ്പർ എടുത്തതിന് ശേഷം ഈ ടിന്നിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് കോണ് പോലെ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആ വട്ടം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഈ പാർച്ച്മെൻറ്റ് പേപ്പർ ഈ കട്ടിങ്ങിലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വേറൊരു റെസിപ്പി ഉണ്ട്, ഞാൻ പുൾമി അപ്പ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗ്സിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്ത് എടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ബട്ടർ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച ബാറ്റർ അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എന്താ, നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ ഒന്ന് സ്പാറ്റില വെച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് ലെവലാക്കി എടുക്കണം മേൽവശം. ഓക്കെ, ഇനി എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ മാവിൻ്റെ ഇടയ്ക്കൊക്കെ എയർ ബബിൾസ് കാണും, അതൊന്ന് പൊങ്ങി വന്ന് ഒന്ന് പൊട്ടിക്കളയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എന്താ, ഞാൻ ടാപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഞാൻ ഇത് കുട്ടകത്തിനകത്ത്, ഇഡ്ഡലി കുട്ടകത്തിനകത്താണ് ഞാൻ വെക്കുന്നത്. ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പേ ഞാൻ ലോ ഫ്ലെയിം ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് ഇങ്ങനത്തെ റിങ് കിട്ടുമല്ലോ നമുക്ക്. ഈ റിങ് ആ കുട്ടകത്തിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഞാൻ ഈ കേക്കിൻ്റെ ടിന്നാണ് വെക്കാൻ പോകുന്നത്. കറക്റ്റ് ഒരു 35 മിനിറ്റാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നേരെ തിരിച്ച് നിങ്ങളിപ്പോൾ ഓവനിൽ വെക്കാനാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ വേണം വെക്കാൻ. ഒരു 40 മിനിറ്റ് പിടിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ കേക്ക് അവിടെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് മാംഗോ ബട്ടർ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ല പോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ഒരു നല്ല ലൈറ്റ് ഒരു യെല്ലോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പകുതിയായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ, അതായത് നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് നമ്മൾ നല്ലപോലെ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെള്ള കളറിൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മാംഗോ അരച്ചത് നമ്മൾ മുമ്പേ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന്ന് 1.5 ടേബിൾ സ്പൂൺ ആ മാംഗോ പ്യൂരിയാണ് ഞാൻ ചേർക്കുന്നത് ഇവിടെ. ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പം എന്താ നമ്മുടെ മാംഗോ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ബട്ടറിൻ്റെ ആ അതേ കളറിലോട്ട് നമുക്ക് തിരിച്ചു വന്നു ആ മാംഗോ പ്യൂരിയും കൂടി ഒഴിച്ചപ്പോൾ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം, ഒരു 10-15 മിനിറ്റ്. അതിൻ്റെ ശേഷം നമുക്കിത് എടുക്കാം. അപ്പം എന്താ നമ്മൾ കേക്കിനെ നമ്മൾ കുട്ടകത്ത് നിന്ന് എടുത്തു. ഞാൻ കറക്റ്റ് ഒരു 35 മിനിറ്റ് എനിക്ക് വെക്കേണ്ടി വന്നു. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കാണിച്ചു തരാം. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ടൂത്ത് പിക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് ഒന്നും ഒട്ടിപ്പിടിച്ചിരിപ്പില്ല. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മേളിലൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ കേക്കിനെ ഒന്ന് ഡിമോൾഡ് ചെയ്യാണ് പ്ലേറ്റിലോട്ട്. ഓക്കെ, നല്ല രീതിയിലായിട്ടുണ്ട് ബേസൊക്കെ. അപ്പം എന്താ കേക്ക് നമ്മളിവിടെ നല്ല സെറ്റാക്കി നമ്മൾ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച മാംഗോ ബട്ടർ ക്രീം അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്കിന് ലെയറിങ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ മേൽവശത്ത് മാത്രമാണ് നമ്മൾ ഈ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാംഗോ ബട്ടർ ക്രീമിൻ്റെ മേളിൽ നമ്മൾ നല്ല പോലെ നമ്മൾ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നീ നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് വെക്കാം. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ പീക്സ് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്പാറ്റില വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ സ്മോൾ പീക്സ് ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും. അപ്പം ഞാൻ എന്താ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതേപോലെ ഞാൻ റോസ് പോലെ ഞാനിങ്ങനെ മാംഗോ സ്ലൈസസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പം നല്ലൊരു റോസ് ഷേപ്പ് പോലെ ഇല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ റോസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഈ റോസിനെ ഞാൻ മാംഗോയിലാണ് നല്ല നൈസായിട്ട് ഞാൻ അരിഞ്ഞതിൻ്റെ ശേഷം അതിനെ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ എടുത്തേക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് കാണുന്ന പോലെ ഭയങ്കര ഡിഫിക്കൽട്ടൊന്നുമല്ല, വെരി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ റോസ് മാംഗോ ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഞാൻ ഇവിടെയും കൂടി ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോവാം. അപ്പം എന്താ നമ്മുടെ മാംഗോ സൂജി ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഞാൻ കേക്കിൻ്റെ മേളിൽ ഫ്രോസ്റ്റിംഗ് ഞാൻ ചെയ്തിരുന്നു. നമ്മൾ മുമ്പേ കണ്ട പോലെ മാംഗോ ബട്ടർ ക്രീം അതിൻ്റെ മേളിൽ റോസ് ഷേപ്പിൽ മാംഗോ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചു. ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചു. പൂവിന് ഒരു എഫക്റ്റ് കൊണ്ടുവരാം. റോസാപ്പൂ ആകുമ്പോഴത്തേക്ക് ഒരു ഇലയുടെ ഒരു എഫക്റ്റും കൂടി വേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിൻറ്റ് ലീഫാണ് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ മുട്ട അതിനകത്ത് ചേർക്കുന്നില്ല, നമ്മൾ മാവ് അതായത് പൊടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നിങ്ങളതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.